മലപ്പുറം നഗരസഭയിലെ വോട്ടർ പട്ടിക ക്രമക്കേടിന്റെ കൂടുതൽ തെളിവുകളുമായി UDF 3 വോട്ടുകളാണ് കള്ളാടിമുക്കിലെ അങ്കണവാടി കെട്ടിടത്തിൽ ചേർത്തിരിക്കുന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഹൈക്കോടതിയെയും സമീപിക്കുമെന്നും വ്യാപക തട്ടിപ്പിൽ സമഗ്ര അന്വേഷണം വേണമെന്നും നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി 24 പറഞ്ഞു. വാക്കുകളിലേക്ക്. വയസ്സ് തികയാത്ത രീതിയിലുള്ള ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർക്കുക, മറ്റ് പ്രദേശങ്ങളിലെ ആളുകളെ കെട്ടിടങ്ങളുടെയും അംഗനവാടിയൊക്കെ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളുടെ പേരിൽ വോട്ട് ചേർക്കുക, അങ്ങനെ തുടങ്ങി ഇത് ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, കൗൺസിലർമാരുടെ ഭർത്താക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ, DYFIയുടെ ഭാരവാഹിത്വം വഹിക്കുന്ന ആളുകൾ, അവരുടെ നേതൃത്വത്തിലാണ് എന്നുള്ളതാണ് ഇത് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന വോട്ട് കൊള്ളയാണെന്ന് ഞങ്ങൾ പറയുന്നതിൻ്റെ കാരണം. ഈ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് ഇതിന് നടപടിയെടുക്കേണ്ട ഉദ്യോഗസ്ഥൻ അദ്ദേഹം ബോധപൂർവം ഇതിനു മുമ്പും ഇലക്ഷൻ പ്രോസസ്സിൽ ഈ കൃത്രിമം കാണിച്ചതിൻ്റെ പേരിൽ സസ്പെൻഷൻ നേരിട്ട ഉദ്യോഗസ്ഥനാണ്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വന്ന് മലപ്പുറം നഗരസഭയിൽ ജോലി ചെയ്യുന്നൊരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ക്രമക്കേടുകൾ മുഴുവനായി നടന്നത്. അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ബോധ്യമുണ്ടായിരുന്നു. വിപിൻ C. വിജയൻ വാർത്തകൾ വിവരണം. വിപിൻ, ഈ പറയുന്ന നമ്മുടെ മഹാദേവപുരയിലെ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് 6 മാസം ഇത്രയും എന്താണ് 7 അടി പൊക്കമുള്ള രേഖ ഒക്കെ ക്രോഡീകരിച്ച് ആ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ രാഹുൽ ഗാന്ധി തന്നെ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത് പല മേഖലകളിൽ പല വിധത്തിൽ പല വഴിക്ക് പോയി പൊട്ടുമെന്നുള്ള കാര്യം. എന്താണ് ഇവിടുത്തെ വാർത്ത വിപിൻ? അതെ അശ്മി, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ വോട്ടർ പട്ടികയിൽ ഒരു കൃത്രിമം നടന്നിട്ടുണ്ട് എന്നുള്ളത് കൂടുതൽ ബലപ്പെടുത്തുന്ന തെളിവുകളാണ് ഇപ്പോൾ ഈ പുറത്തു വരുന്നത്. ഇതിപ്പോൾ ഈ കള്ളാടിമുക്കിലെ ഒരു അംഗനവാടിയിൽ അതിൽ 3 വോട്ടുകൾ, അതൊരു വാടകയ്ക്ക് അവിടെ പ്രവർത്തിക്കുന്ന ഒരു അംഗനവാടിയാണ്, അവിടെ 3 വോട്ടുകൾ ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് പുതുതായിട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ. അതിൽ ഐമാൻ, നസീർ, റഹീമ എന്നിവരുടെ പേരുകളാണ് അതിൽ കാണുന്നത്. 322 ക്രമ നമ്പറിലാണ് ആ 3 പേരുകളും ഉള്ളത്. പക്ഷേ 3 പേരുടെയും പിതാക്കന്മാരുടെ പേര് വെവ്വേറെ എന്നുള്ള നിലയ്ക്കുമാണ്. അപ്പോൾ ഈ തെളിവുകൾ കൂടിയാണ് ഇപ്പോൾ UDF മുന്നോട്ട് വയ്ക്കുന്നതും. ഒപ്പം തന്നെ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഹൈക്കോടതിയെയും നിയമപരമായി തന്നെ ഇത് മുന്നോട്ട് പോവുകയാണ്. ഹൈക്കോടതിയിലേക്കും ഇന്ന് അത് ഫയൽ ചെയ്യും. ഒപ്പം തന്നെ ഇന്നലെ പ്രധാനമായും പറഞ്ഞിരുന്നത് 2007 ജനിച്ച ആളുകളെ 2006 ആക്കി മാറ്റി, അതായത് SLC ബുക്കിലും ഒപ്പം തന്നെ ജനന സർട്ടിഫിക്കറ്റിലും ഒരു തിരുത്തൽ നടത്തി അവരെ വോട്ടർ പട്ടികയിൽ ചേർക്കുന്ന രീതിയിലുള്ള ഒരു തെളിവുകളൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു. അതിൽ 8 തെളിവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അതുകൂടി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്കും ജില്ലാ കലക്ടർക്കും പരാതി നൽകിയിരിക്കുന്നത്. ഇതിലൊരു സമഗ്ര അന്വേഷണം വേണം എന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതൊക്കെ എങ്ങനെ സൂപ്രണ്ട് വെരിഫൈഡ് എന്നുള്ളതിലേക്ക് മാറ്റി എന്നുള്ള ചോദ്യം കൂടിയാണ് ചോദിക്കുന്നത്. ഇതിന് കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം നടക്കണം എന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ 8 തെളിവുകൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഇത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകുന്നതും ഈ തെളിവുകളൊക്കെ ഹാജരാക്കുകയും ചെയ്യുന്നത്. അശ്മി. ഓക്കെ, വിപിൻ C. വിജയനാണ് മലപ്പുറം നഗരസഭയിലെ കൂടുതൽ വിവരങ്ങൾ നൽകി. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കള്ളവോട്ടും ഇരട്ട വോട്ടും ഒക്കെ പണ്ട് കാലം മുതലേ ഉണ്ട്. അത് എല്ലാ കാലത്തും ഉണ്ട്. രാഹുൽ ഗാന്ധി പറയുന്നത് പ്രാദേശികമായ ചെറിയ സംഭവങ്ങൾ. രാഹുൽ ഗാന്ധി പറയുന്നത് ഒറ്റ മണ്ഡലത്തിൽ 1 ലക്ഷത്തിലധികം കള്ളവോട്ട്, ABCDEFGH എന്ന് പറയുന്ന അക്ഷരമാല അച്ഛന്മാർ 1000-ലധികം, 10,000-ഓളം, വട്ടപൂജ്യം വീട്ടുപേര് 10,000-ഓളം, അങ്ങനെ കൂട്ടമായി ചേർക്കുന്നതിനാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അല്ലാതെ ഇതെല്ലാ കാലത്തും ഉണ്ട്. ഞാൻ ഇത് പരിഹരിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഇതും എല്ലാ കാലത്തും ഉള്ളതാണ് ഈ പറയുന്ന ഒറ്റയ്ക്ക് തെറ്റിക്കുള്ള സാധനമൊക്കെ അല്ലേ? അല്ല, ഇങ്ങനെ വരുമ്പോൾ വ്യാപകമായി പരാതികൾ വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെന്ന് അറിയുമ്പോൾ ഇതിനൊന്നും ഒരു വെള്ളിയാഴ്ചയും വ്യവസ്ഥയൊന്നും ഇല്ല എന്നൊരു സംശയം സാധാരണക്കാരായ നമുക്ക് തോന്നും. പക്ഷേ അതിന് മറുപടി പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. മറുപടി അത് അവർ പറയുന്നുമില്ല. പോട്ടെ.